സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഹലോ. സർ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാണ്. റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിൽ റേഡിയോഗ്രാഫിക് സ്ക്രീൻസിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ക്രീൻ എന്താണ് സ്ക്രീൻ എന്നുള്ളത് അറിയാലോ. എന്തിനു വേണ്ടിയിട്ടാ സ്ക്രീന്? നീഡ് ഓഫ് സ്ക്രീൻസ് ഇൻ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. ഇന്റൻസിഫൈ. പറഞ്ഞോ. സ്കാറ്റർ ചെയ്ത് പോകാതെ വേവ്സിനെ ഇന്റൻസിഫൈ ചെയ്യും. സ്കാറ്റർ ചെയ്തൊക്കെ പോകുന്ന ലോസ് വരാൻ സാധ്യതയുള്ള റേഡിയേഷൻസിനെയൊക്കെ മാക്സിമം ഫോക്കസ് ചെയ്യിക്കണം. എവിടത്തേക്ക്? നമ്മുടെ ഫിലിമിലേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻസ് തന്നെ യൂസ് ചെയ്യുന്ന സ്ക്രീൻസ് 2 ടൈപ്പ് ഉണ്ട്. മെറ്റൽ ഫോയിൽ സ്ക്രീനും അതുപോലെ തന്നെ ഫ്ലൂറസൻ സ്ക്രീനും. മെറ്റൽ ഫോയിൽ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 2 മെറ്റൽ ഫോയിലിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഫിലിം ഉണ്ടാവുക. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണെന്നും ലെഡ് ഫോയിലാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തായിരുന്നു ഫ്ലൂറസെന്റ് ഇന്റൻസിഫൈങ് സ്ക്രീൻ അല്ലെങ്കിൽ സാൾട്ട് സ്ക്രീന്. ഈ പറയുന്ന സാൾട്ട് സ്ക്രീൻ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഇന്റൻസിഫൈങ് സ്ക്രീനിൻ്റെ അകത്ത് റേഡിയേഷൻസ് വരുമ്പോൾ അതിനകത്തുള്ള ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് ആ റേഡിയേഷനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. ദെൻ ആ ലൈറ്റ് നമ്മുടെ അടിയിലുള്ള ഫിലിമിലേക്ക് പോകും. ഫിലിം അതിന് കറസ്പോണ്ടിങ് ഷെയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഒരു റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി ഓഫ് റേഡിയോഗ്രാഫി എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ക്വാളിറ്റി ഓഫ് എ ഗുഡ് റേഡിയോഗ്രഫി. നമ്മൾ ക്വാളിറ്റി ഓഫ് എ ഗുഡ് ഫിലിം പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിലിമിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ ഓർമ്മ ഉണ്ടോ? ഫിലിം ഇറ്റ്സെൽഫ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയോ? ഫിലിം ഡെൻസിറ്റി, ഫിലിം ഡെൻസിറ്റിയും ഗ്രെയിൻനെസ്സും ഫിലിമിനകത്തുള്ള സിൽവർ ഹാലൈഡ് മെറ്റീരിയൽസിന്റെ ഗ്രെയിൻ സൈസും ആണ് ഫിലിമിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഹോൾ പ്രോസസ് ആണ്. നമ്മുടെ സോഴ്സിൽ നിന്നും റേഡിയേഷൻ വന്ന് മെറ്റീരിയലിലൂടെ കടന്നുപോയി നമ്മുടെ മെറ്റീരിയലിന്റെ അടിയിലായിട്ട് വെച്ച ഫിലിമിലേക്ക് ഇതെത്തി അവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് വരെയുള്ള ഹോൾ പ്രോസസ്സിനാണ് റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ റേഡിയോഗ്രഫിക് ടെസ്റ്റിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഹോൾ പ്രോസസ്സിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഡെൻസിറ്റി, കോൺട്രാസ്റ്റ്, ഡെഫിനിഷൻ, സെൻസിറ്റിവിറ്റി, ഇത്രയും ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഇത്രയും എലമെന്റ്സ് ആണ് റേഡിയോഗ്രഫിയുടെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡെൻസിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത അല്ലെ സോഴ്സിൽ നിന്നും ജനറേറ്റ് ചെയ്ത് വരുന്ന റേഡിയേഷൻ നമ്മുടെ ഫിലിമിൽ എത്രമാത്രം ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഫിലിം അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആ ഒരു മെഷറായിരുന്നു. ലോഗരിതം ഓഫ് ഇൻകമിങ് റേഡിയേഷൻ ബൈ അല്ലെ ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ, ഇന്റൻസിറ്റി ഓഫ് ഇൻകമിങ് റേഡിയേഷൻ ആൻഡ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ വെച്ചിട്ടുള്ള അതിന്റെ ഒരു ലോഗരിതമിക് റേഷ്യോ ആണ് ആക്ച്വലി ഡെൻസിറ്റി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ മാക്സിമം ഫിലിമിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചെക്കിങ്, ആ ഒരു കമ്പാരിസൺ ആണ് ഡെൻസിറ്റി മെഷർമെന്റ്. ദെൻ സെക്കൻഡ് വൺ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെൻസിറ്റിയുടെ ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. എൻ്റെ കയ്യിലുള്ള ടെസ്റ്റ് പീസ് എന്ന് പറയുന്നത് ഇതാണെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ടൈപ്പ് മെറ്റീരിയൽ എൻ്റെ കയ്യിലുള്ളത്. ഇവിടുന്ന് റേഡിയേഷൻ സോഴ്സിൽ നിന്നും റേഡിയേഷൻ ഇതിലേക്ക് കയറി അടിയിലേക്ക് വരും. അതേപോലെ ഈ പാർട്ടിലൂടെയും കയറി അടിയിലേക്ക് വരും. ഇവിടെ ഫിലിം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫിലിമിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഴ്സിൽ നിന്നും വരുന്ന അല്ലെ ഡെൻസിറ്റി ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I0യും ട്രാൻസ്മിറ്റ് അതായത് മെറ്റീരിയലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്ന IT ആണെങ്കിൽ ഡെൻസിറ്റി നമുക്കറിയാം ലോഗരിതമിക് റേഷ്യോ ഓഫ് ദിസ് 2 ആണ്. അപ്പോ ഇവിടുന്ന് ഇപ്പോ I0 ഇന്റൻസിറ്റിയിലുള്ള ആള് ഈ ചെറിയ തിക്നെസ്സിലൂടെ കയറി പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ IT എന്തായാലും ഒരു സ്വാഭാവികമായിട്ടും I0യിൽ നിന്നും കുറച്ച് കുറവുണ്ടാവും അല്ലെ. കുറയല്ലേ ചെയ്യാ ഇന്റൻസിറ്റി ഒരു മീഡിയത്തിലൂടെ പോകുമ്പോ അല്ലേടാ? അല്ലേ? ഹലോ, കറക്റ്റ് അല്ലേ?
യെസ് സർ. അപ്പൊ ഇവിടെ I0 IT, ഇനി ഇത് സെയിം I0യിലുള്ള ഇന്റൻസിറ്റിയിലുള്ള റേഡിയേഷൻ നമ്മുടെ ടെസ്റ്റ് പീസിലെ ഈ ഒരു ബോഡിയിലൂടെ, ഈ ഒരു പാർട്ടിലൂടെ പോകുന്നത്. അപ്പൊ ഇത്രയും തിക്നെസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്റെ ചോദ്യം, ഈ രണ്ട് IT-യും സെയിം ആയിരിക്കോ? ഇവിടുത്തെ IT-യും സെയിം ആയിരിക്കോ? അല്ല. ഇവിടെ മെറ്റീരിയൽ തിക്നെസ് കൂടിയത് കൊണ്ട് തന്നെ ഈ IT എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ, ഇത്രയും തിക്നെസ് ഉള്ള ഏരിയയിൽ ഈ ഫിലിമിനകത്ത് ജനറേറ്റ് ചെയ്ത് വരുന്ന ഇമേജിന്റെ ഡെൻസിറ്റിയും അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇമേജിന്റെ ഡെൻസിറ്റിയും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ആ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റിയാണ് നമ്മൾ ആക്ച്വലി കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ഏരിയ എന്നാ പറയാം. ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ഏരിയ. ഒരു ടെസ്റ്റ് പീസിലെ തന്നെ രണ്ട് അടുത്തടുത്ത ഏരിയകൾ തമ്മിലുള്ള ഡെൻസിറ്റി വേരിയേഷൻ, ആ ഒരു വേരിയേഷന്റെ അളവിനെയാണ് ആക്ച്വലി കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു എക്സ്പെരിമെന്റൽ ഫിഗർ വെച്ചിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു മിനിറ്റ് ആടാ. ഹലോ, സോറി, ഇവിടെ ചെറിയൊരു വിഷയമായി. അപ്പൊ ഓക്കെ, അപ്പൊ കോൺട്രാസ്റ്റ് ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാസ്റ്റ് എന്നുള്ളത് എന്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇമേജ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഹ്യൂമൻ ലങ്സിന്റെ ഒരു എക്സ്റേ ഇമേജാണ് കാണുന്നത്. ഹൈ കോൺട്രാസ്റ്റ്, ലോ കോൺട്രാസ്റ്റ്, ഒപ്റ്റിമം കോൺട്രാസ്റ്റ്. അപ്പൊ ഇവിടെ ഇത്രയും ഏരിയയിൽ ഡാർക്കൻ ചെയ്ത ഏരിയ ഉണ്ടല്ലേ. നമുക്കതിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു കോൺട്രാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഫിഗറിൽ തന്നെ അഡ്ജസന്റ് ഏരിയാസ് തമ്മിലുള്ള ആ ഒരു ഡെൻസിറ്റി വേരിയേഷൻ, അതിനാണ് കോൺട്രാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഏതാണ്ട് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ: ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ഏരിയ ഓൺ എ റേഡിയോഗ്രാഫിക് ഇമേജ്. ഒരു റേഡിയോഗ്രാഫിക് ഇമേജിലെ അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ്. ഇപ്പൊ ഈ ഒരു ഫിഗർ, ഇത് ഒരു ഒപ്റ്റിമം കോൺട്രാസ്റ്റ് ഫിഗർ ആണ്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും ഏരിയയിലുള്ള ഒരു ഡാർക്കനിങ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലൈറ്റായി അല്ലെ. അപ്പൊ ഇവിടേക്ക് എത്തുന്ന റേഡിയേഷന്റെ ഡെൻസിറ്റി വാരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയേഷൻ ഡെൻസിറ്റി വാരി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എക്സാക്ട് എന്താണോ അകത്തുള്ളത് അത് തന്നെ നമുക്ക് ഇമേജ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഡെൻസിറ്റി വാരിയേഷൻ നമ്മുടെ റേഡിയോഗ്രാഫിക് ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഡെൻസിറ്റി എന്ന് നമുക്കറിയാം. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇമേജിലെ ഡിഫറെന്റ് ഏരിയാസ് അല്ലെങ്കിൽ ഡിഫറെന്റ് നിയർ ബൈ ഏരിയാസ് തമ്മിലുള്ള ഡെൻസിറ്റി വാരിയേഷനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്നുള്ളത് നമ്മൾ നോർമൽ ഫോട്ടോഗ്രാഫിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഡെഫിനിഷൻ അല്ലെ. എന്താണ് ഡെഫിനിഷൻ? അതായത് നമുക്കിപ്പോ ഈ ഒപ്റ്റിമം കോൺട്രാസ്റ്റ് ഫിഗർ നോക്കാം. ഡെൻസിറ്റി, കോൺട്രാസ്റ്റ്, ഡെഫിനിഷൻ. എന്താണ് ഡെഫിനിഷൻ? ഇപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ എടുക്കുന്നത് ഹൈ കോൺട്രാസ്റ്റ് ഫിഗർ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ലെൻസിന്റെ ഈ ഒരു ചെറിയ പാർട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചെക്കിങ്ങിന് വിധേയമാക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ ഇതിലിപ്പോ ഹൈ കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ എക്സാക്ട് ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ. അത് ഫുൾ ഒരു ബ്ലാക്കാ, ഇത്രയും ഏരിയയിൽ ബ്ലാക്കാ. ഈ ചെറിയ ഏരിയയിൽ എന്തെങ്കിലും ക്രാക്കോ, ഞാനിപ്പോ മെറ്റീരിയൽ സയൻസിന്റെ കാര്യത്തിലാണ് ക്രാക്ക് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ കാര്യത്തിൽ നിങ്ങൾ എടുക്കണ്ട, ഞാൻ ഇവിടെ ഒരു ഇമേജ് ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡെൻസിറ്റി ചേഞ്ച് അല്ലെങ്കിൽ ഇത്രയും ഏരിയനകത്തുള്ള, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോ ടെസ്റ്റിങ്ങിന് ശേഷം ഇതൊരു മെറ്റീരിയലിന്റെ ഇമേജാന്ന് വെച്ചോ. അപ്പൊ ഈ ഹൈ കോൺട്രാസ്റ്റ് ഉള്ള മെറ്റീരിയലിന്റെ ഇമേജ് ആണിത്, ഹൈ കോൺട്രാസ്റ്റ് റേഡിയോഗ്രാഫി ഇമേജ് ആയത്. ഞാനിത് ഇത്രയും ഏരിയ മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനിടയിൽ എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടോന്നാ നോക്കണ്ടേ. മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ക്രാക്ക് ആണല്ലോ നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് ഓരോ സ്ഥലത്തും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത്രയും റീജിയൻ ഫുൾ ബ്ലാക്കാ അല്ലെ.
ഇത്രയും റീജിയൻ ഫുൾ ബ്ലാക്ക് ആണ്. ഇവിടെ നോക്കിയാൽ ഇത്രയും റീജിയൻ ഫുള്ളി ബ്ലാക്ക് കളറാണ്, ഫുള്ളി ഡാർക്ക് ഷെയ്ഡാണ്. അപ്പൊ ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ, ഇതിന്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ്, ഇവിടെയൊക്കെ ചിലപ്പോൾ ക്രാക്ക് ഉണ്ടാവാം, പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഒപ്റ്റിമം കോൺട്രാസ്റ്റ് ഫിഗർ ഒന്ന് നോക്കി, ഇത്രയും ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഈ ഫിഗറിൽ കാണാം, ഈ ഫിഗറും സെയിം ആളുടെ, സെയിം ഇൻഡിവിജ്വലിന്റെ എക്സ്റേ ഇമേജാ. ഇവിടെ ഈ ഇമേജും ഇവിടെയുള്ള ഈ ഇമേജും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആരാ പ്രൊവൈഡ് ചെയ്ത്? ഈ ഇമേജ് ആണോ ഈ ഇമേജ് ആണോ? ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഈച്ച് ആൻഡ് എവറിഥിങ് ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് കാണാം. ഇവിടെയൊക്കെ ഒരു ലൈന് പോലെയൊക്കെ കാണാം അല്ലെ? ഇവിടെ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് കാണാം. അപ്പൊ ഒപ്റ്റിമം കോൺട്രാസ്റ്റ് ഫിഗർ ആണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി അബ്രപ്റ്റ്നെസ് ഓഫ് ചേഞ്ച് ഫ്രം വൺ ഡെൻസിറ്റി ടു അനദർ. അതായത് ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ ഒരു ഡെൻസിറ്റി ചേഞ്ചിന് അടുത്ത, അതായത് നിയർ ബൈ ഏരിയയിലെ ഡെൻസിറ്റി ചേഞ്ചിനെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് തരികയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നമ്മളിപ്പം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ SLR ക്യാമിൽ എടുക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ പഴയ ഒരു മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന ഇമേജും ഏതിനാ നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റി പറയാം? SLR-നാണ് അല്ലെ? കുറച്ചുകൂടി റെസൊല്യൂഷൻ കൂടെ SLR-നാണ്. അതായത് നമ്മൾ ആ SLR പിക്കിനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, SLR-ൽ നിങ്ങളൊരു പിക്ക് എടുത്തിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തുള്ള ചെറിയ സ്പോട്ടുകൾ പോലും തിരിച്ചറിയാൻ പറ്റും അല്ലെ? പറ്റൂലടാ? ഇല്ലേ? നേരെ മറിച്ച് പഴയ ഏതെങ്കിലും ഒരു മൊബൈൽ ക്യാമറയിൽ എടുത്ത ഇമേജ് ഇതേപോലെ നിങ്ങൾ തന്നെ സെയിം പോസിൽ നിങ്ങൾ ആ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്ലർ ആയിട്ട് ഉണ്ടാകും. നമ്മളെ മുഖം ബ്ലറഡ് ആയിരിക്കും, അതായത് സ്പോട്ടിങ്സും കാര്യങ്ങളും ഒന്നും കാണൂല. അപ്പൊ ആക്ച്വലി അവിടെ ഒരു ഡെഫിനിഷൻ ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് എന്താകുന്നത്, നമുക്ക് സ്പോട്ടിങ് തിരിച്ചറിയവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിനകത്തുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇമേജിന്റെ, ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് പീസിന്റെ മൊത്തം ഏരിയയിൽ ഓരോ ഇൻഡിവിജ്വൽ ഏരിയ അല്ലെങ്കിൽ ഓരോ ചെറിയ ഇൻക്രിമെന്റൽ ഏരിയ എടുത്തു കഴിഞ്ഞാലും ആ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഡെൻസിറ്റി വേരിയേഷൻ, അതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ഓഫ് റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നമ്മൾ ഇമേജിനകത്തൊക്കെയുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്ന സാധനം തന്നെ. ദെൻ അടുത്താണ് റേഡിയോഗ്രഫിയുടെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത എലമെന്റ് ആണ് സെൻസിറ്റിവിറ്റി. ഈ ടേം നമ്മൾ കഴിഞ്ഞ പല ടെസ്റ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷന്റെ സെൻസിറ്റിവിറ്റി, നമ്മൾ ക്രാക്കിന്റെ ഡെപ്തും അതേപോലെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രാക്കിന്റെ വിഡ്ത്തും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സെൻസിറ്റിവിറ്റി പറഞ്ഞിട്ടുള്ളത്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്മോളസ്റ്റ് ഡിഫക്ട് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദിസ് മെത്തേഡ് അല്ലെ? നമ്മൾ അതല്ലേ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനിൽ പറഞ്ഞത്? ഇത്രയും ഓപ്പണിങ്ങും അതിന്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇത്രയും ഡെപ്ത്, അത്രയും സ്മോൾ ക്രാക്ക് വരെ നമുക്ക് കണ്ടുപിടിക്കാം. സോ സെൻസിറ്റിവിറ്റി ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ദീസ് ഡയമെൻഷൻസ് അല്ലെ? അത് സ്മോളസ്റ്റ് ഡിഫക്റ്റിനെ പറ്റിയാണ് സെൻസിറ്റിവിറ്റി എന്നുള്ള ടേം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ദി ക്വാളിറ്റി ഓഫ് എൻ ഇമേജ് ഇൻ ടേംസ് ഓഫ് ദി സ്മോളസ്റ്റ് ഡീറ്റെയിൽ ഓഫ് എ ക്രാക്ക്. അതായത് നമ്മൾ ഒരു ടെസ്റ്റ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ഇവിടെ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് വരുന്ന സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ മെറ്റീരിയലിലെ ഏറ്റവും ഫൈനസ്റ്റ് ക്രാക്ക്, അതിന്റെ സൈസിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. അപ്പൊ ഞാനിപ്പം പറയുന്ന ഒരു എക്സാമ്പിൾ വെറുതെ പറയാണ്. സെൻസിറ്റിവിറ്റി ഓഫ് ഈ ഒരു അപ്പാരറ്റസ്, ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് 1 mm ആന്ന് വെച്ചോ. അതായത് അതിന്റെ അർത്ഥം എന്താ? 1 mm റേഞ്ചിൽ വരെയുള്ള എല്ലാ ഡിഫക്റ്റുകളെയും നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇതിന്റെ റേഡിയോഗ്രാഫിക് ഇമേജിനകത്ത് കാണാൻ പറ്റും. അങ്ങനെയല്ലേ? 1 mm താഴെ വരുന്നു വേറൊരു ക്രാക്ക് ഇവിടെ ഉണ്ട്, അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0.5 mm ആന്ന് വെച്ചോ. അപ്പൊ ഈ 0.5 mm ഇമേജ് ഇവിടെ ഫിലിമിൽ കിട്ടുമോ? ഹലോ ഹലോ
യെസ് സർ. എന്റെ ചോദ്യം, ഞാൻ പറയുന്നത് സെൻസിറ്റിവിറ്റി, ഞാനിപ്പോൾ ഒരു റേഡിയോഗ്രാഫിക് അപ്പാരറ്റസ് ഒക്കെ വെച്ച് സോഴ്സ് ഒക്കെ വെച്ചിട്ട് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 1 mm ആണ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഈ റേഡിയോഗ്രാഫിക് സോഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും ഫൈനസ്റ്റ് ക്രാക്ക് എന്ന് പറയുന്നത് 1 mm സൈസിലുള്ള ക്രാക്ക് ആണ്. 1 mm മുതൽ അങ്ങോട്ട് 2 mm 3 mm അങ്ങനെ എത്ര ബിഗർ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്തൊരു 1 mm ബിലോ സൈസ് ഉള്ള ഒരു ക്രാക്ക് ഉണ്ട് എന്ന് വെച്ചോ. ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്, ഇതിന്റെ ഡയമെൻഷൻ 0.5 mm ആണ്. അപ്പൊ ഈ 0.5 mm ഇമേജ് എനിക്ക് ഫിലിമിൽ കിട്ടുമോ? ഇല്ല സർ. ഇല്ല. അപ്പോ ആക്ച്വലി സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി സ്മോളസ്റ്റ് ക്രാക്ക് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദിസ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. അതാണ് ഇതിന്റെ സെൻസിറ്റിവിറ്റി. സോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗിൽ മാത്രമല്ല, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനിലാണേലും പിന്നെ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗിലാണേലും ഏത് ടെസ്റ്റിംഗ് മെത്തേഡിലും സെൻസിറ്റിവിറ്റി റിലേറ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ക്രാക്കിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഗുഡ് റേഡിയോഗ്രഫി ടെസ്റ്റിംഗിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് വൺസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് ഗുഡ് റേഡിയോഗ്രഫി, കമന്റ് ഓൺ ക്വാളിറ്റി ഓഫ് ഗുഡ് റേഡിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് ഇതുണ്ട്. എന്താണ് ഡെൻസിറ്റി, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ഡെൻസിറ്റി, കോൺട്രാസ്റ്റ്, ഡെഫിനിഷൻ, സെൻസിറ്റിവിറ്റി. വാട്ട് ഈസ് ഡെൻസിറ്റി, വാട്ട് ഈസ് കോൺട്രാസ്റ്റ്, വാട്ട് ഈസ് ഡെഫിനിഷൻ, വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇനി സെൻസിറ്റിവിറ്റി നമുക്ക് ഈ ഒരു ക്വാളിറ്റി കൂട്ടാൻ പറ്റുക എന്നുള്ളത്. സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോഗ്രാഫിക് സോഴ്സിന്റെ ഇന്റൻസിറ്റി കൂട്ടുക. ഓക്കെ, ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഡെൻസിറ്റി കൂട്ടാൻ നമുക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, ഒന്ന് ഇൻകമിങ് റേഡിയേഷൻസിന്റെ ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റഡ് റേഡിയേഷന്റെ ഇന്റൻസിറ്റിയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതിലിപ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഇൻകമിങ് റേഡിയേഷൻ ഇന്റൻസിറ്റിയാണ്. സോ ഡെൻസിറ്റി കൂട്ടാനും സോഴ്സ് സൈഡ് ഇന്റൻസിറ്റി കൂട്ടുക. ഡെൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കോൺട്രാസ്റ്റും ഡെഫിനിഷനൊക്കെ ഒപ്റ്റിമം ക്യാരക്ടേഴ്സിൽ നമുക്ക് കിട്ടാൻ തുടങ്ങും. സോ ഇത്രയാണ് ക്വാളിറ്റി ഓഫ് ഗുഡ് റേഡിയോഗ്രഫിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? ഹലോ. യെസ് സർ. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റേഡിയോഗ്രാഫിക് ക്വാളിറ്റി കൺട്രോളിംഗ് ഡിവൈസസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ക്വാളിറ്റി, അത് നമ്മൾ അഷ്വർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിങ്ങിന് മുമ്പ് നമ്മൾ മനസ്സിൽ കരുതുന്ന അതേ രീതിയിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഡെൻസിറ്റി, അതേ രീതിയിലുള്ള കോൺട്രാസ്റ്റ്, നമ്മൾ റിക്വയർമെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അവകാശപ്പെടുന്ന അത്രയും സെൻസിറ്റിവിറ്റി ഒക്കെ നമ്മുടെ റേഡിയോഗ്രാഫിക് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളെ പറ്റിയാണ് ഇനി പറയുന്നത്. അതിന്റെ പേരാണ് ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ സിംപ്ലി IQI. അതും അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഈസ് പെനിട്രാമീറ്റേഴ്സ്. സംഭവം ഇത്രേ ഉള്ളൂ. ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഞാനൊരു എക്സ്റേ ട്യൂബ് തന്നിട്ടുണ്ട്. എക്സ്റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ റേഡിയോഗ്രാഫിക് സോഴ്സ് അല്ലെ, ഒരു സോഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് റേഡിയേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻകമിങ് റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് വരുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി ഒക്കെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. I0 എത്രയാണെന്നൊക്കെ എനിക്കറിയാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു ഈ എക്സ്റേ ട്യൂബ് ഇത്ര പർട്ടിക്കുലർ I0 പർട്ടിക്കുലർ ഇന്റൻസിറ്റി റേഡിയേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇയാൾക്ക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 1 mm റേഞ്ച് സെൻസിറ്റിവിറ്റി ആണ്. അതായത് 1 mm വരെയുള്ള അത്രയും ഫൈനസ്റ്റ് ക്രാക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്റേ സോഴ്സ് തന്നു. നിങ്ങൾ എന്നിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് പീസ്, നിങ്ങളുടെ കയ്യിലുള്ള ടെസ്റ്റ് പീസ് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 1 mm വരെയുള്ള എല്ലാ ക്രാക്കും കണ്ടുപിടിക്കാം, അതിൽ താഴെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റാതെ ഉള്ളൂ എന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന I0 ഇത്ര ഉണ്ടോ, അല്ലെ ഞാൻ പറഞ്ഞ സെൻസിറ്റിവിറ്റി 1 mm റേഞ്ച് തന്നെയാണ് സെൻസിറ്റിവിറ്റി എന്നൊന്നും നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല, എന്റെ വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു വാക്കും വിശ്വസിച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു ടെസ്റ്റ് പീസ് വെച്ചു, ഇതിന്റെ അടിയിൽ ഫിലിമും വെച്ചു. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് കണക്കായിട്ട് റിസൾട്ട് ഈ ഇമേജ് നമ്മുടെ ഫിലിമിനകത്ത് കിട്ടും. അപ്പം ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്രാക്കിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ചിലപ്പോൾ 2 mm ഉള്ള ഒരു ക്രാക്ക് ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. ഇതൊരു 2 mm ക്രാക്ക് ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് ഈ ക്രാക്ക് ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ആദ്യമേ അറിയില്ല. പക്ഷെ ഈ ക്രാക്കിന്റെ ഇമേജ് ഫിലിമിനകത്ത് വന്നിട്ടുമില്ല.
അപ്പൊ നിങ്ങൾ ചെയ്ത ടെസ്റ്റ് ആക്ച്വലി എന്തായി, ഒരു റോങ് ടെസ്റ്റിംഗ് ആയി മാറി. കാരണം ഇവിടെ ഒരു 2 mm ക്രാക്ക് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഫിലിമിൽ അത് വന്നിട്ടില്ല. കാരണം എന്തായിരിക്കും? ഞാൻ പറഞ്ഞതിൽ വന്ന തെറ്റുകൾ ഉണ്ടാവാം. ഒന്ന് I0 ഞാൻ പറഞ്ഞ അത്രയും ഇപ്പം കിട്ടുന്നുണ്ടാവില്ല. മറ്റൊന്ന് സെൻസിറ്റിവിറ്റി ഞാൻ പറഞ്ഞതിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ അഷ്വർ ചെയ്ത കാര്യങ്ങളൊക്കെ പക്കയാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചില ആൾക്കാരെ ഉപയോഗിക്കും. അവരുടെ പേരാണ് ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഈ ഒരു ടെസ്റ്റിങ്ങിനകത്തുള്ള ക്വാളിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലമെന്റ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ പെനിട്രാമീറ്റേഴ്സ് എന്ന് പറയും. സിംപ്ലി IQI, ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. ഇനി എന്താണ് ഈ സാധനം എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പെനിട്രാമീറ്റർ. It is a gauge used to establish radiography to a good quality level. IQI provides visual interpretation of film contrast, sensitivity and definition of radiography. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റേഡിയോഗ്രാഫിക് ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഡെൻസിറ്റി, കോൺട്രാസ്റ്റ്, സെൻസിറ്റിവിറ്റി, ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ, അല്ലെ നല്ല കോൺട്രാസ്റ്റ് ഉണ്ടോ, അല്ലെ നല്ല സെൻസിറ്റിവിറ്റി റേഞ്ച് ഉണ്ടോ, നല്ല ഡെഫിനിഷൻ ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് ആണ് IQI. So it must be made from material which is radiographically similar to material being radiographed. അത് നിങ്ങൾക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു അയൺ പീസ് ആണെങ്കിൽ, ഇതാണ് നിങ്ങൾ ടെസ്റ്റ് പീസ്, നിങ്ങളൊരു അയൺ ബ്ലോക്ക് ആണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന IQI എന്ന് പറയുന്ന സാധനവും സെയിം മെറ്റീരിയൽ തന്നെ ഉണ്ടാക്കിയതായിരിക്കണം. ഇനി എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ടെസ്റ്റ് പീസ് ഉണ്ട്. അപ്പൊ ആ ടെസ്റ്റ് പീസിലേക്ക് റേഡിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ക്ലിയർ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ് പീസ്. റേഡിയോഗ്രാഫിക് സോഴ്സ്, ഇതിനകത്തുനിന്ന് റേഡിയേഷൻ വരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഈ എക്സ്റേസിനെയും ഗാമ റേസിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, കണ്ണുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല സർ. ഇല്ല. അപ്പൊ എന്തായാലും ഇതിനകത്തുനിന്ന് സോഴ്സിൽ നിന്ന് ഞാൻ റേഡിയേഷൻ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി, റേഡിയേഷൻസ് വരുന്നുണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ റേഡിയേഷൻസ് ഈ മെറ്റീരിയൽ തട്ടി ഇതിനടിയിലുള്ള ഫിലിമിൽ ഇമേജും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇന്റൻസിറ്റിയെ പറ്റിയും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. I0 ഇന്റൻസിറ്റിയിൽ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അത് നമ്മുടെ ഈ ടെസ്റ്റ് പീസിനെ ടെസ്റ്റ് ചെയ്യാനും മാത്രം ഓക്കെ ആണോ, അത്രയും മതിയോ, അല്ല ഇന്റൻസിറ്റി എനിക്ക് കൂട്ടേണ്ടതുണ്ടോ എന്നൊന്നും എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ടെസ്റ്റ് പീസിന്റെ മുകളിൽ വെറുതെ ഞാനൊരു ബ്ലോക്ക് വെക്കുന്നു, വെറുതെ ഒരു പീസ് സാധനം വെക്കുന്നു. ഇതിനകത്ത് ഓൾറെഡി എനിക്ക് അറിയുന്ന രീതിയിൽ ഒരു ചെറിയ ക്രാക്കുകൾ ഉണ്ട്, ഒരു ഹോൾ ഉണ്ട് എന്ന് വെച്ചോ. ഒരു മെറ്റൽ പീസിനെ ഇതിന്റെ മുകളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു മെറ്റൽ ബ്ലോക്കിനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇതിനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെറ്റൽ ബ്ലോക്കിനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ എന്ത് ചെയ്യണം? ഫിലിം വെക്കണം അല്ലേ? ഫിലിം വെക്കണ്ടേ? ഫിലിം ഞാൻ ചെറിയൊരു തിക്നെസ് ഫിലിം വെച്ചിട്ടുണ്ട്. ഓക്കെ, സോസ് എവിടെ വെക്കും? സോസ് മേലെയൊക്കെ വെക്കുക. ഇതിന്റെ മേലെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സോസ് വെച്ചിട്ടുണ്ട്. അത് എക്സ്റേ ട്യൂബ് അല്ലെങ്കിൽ ഗാമാറേ സോഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? റേഡിയേഷൻ പാസ് ചെയ്യും. എന്നിട്ട് ഈ മെറ്റീരിയലിലൂടെ കടന്നു പോയിട്ട് അടിയിലുള്ള ഫിലിമിൽ ഇമേജ് ഉണ്ടാക്കും. അപ്പൊ ഈ റേഡിയേഷൻ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റിയെ പറ്റിയൊന്നും എനിക്ക് ഇപ്പം നല്ല ബോധ്യമൊന്നുമില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു പുതിയൊരാളെ ഞാൻ ഇവിടെ വെക്കാണ്. ഇവിടെ ഒരു ചെറിയ ഒരു ഷീറ്റ് വെക്കാണ്. ഈ ഷീറ്റിന്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ട്. ഓക്കെ, അത് ഇതാണ് സാധനം. ഈ ഷീറ്റ് നടുക്ക് തുളയുള്ള ഒരു പേപ്പർ, അങ്ങനെ വിചാരിച്ചോ. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഷീറ്റ്, ഒരു പേപ്പർ ഷീറ്റ് പോലെ. ഇതിപ്പോ അയൺ ബ്ലോക്ക് ആണെങ്കിൽ അയണിന്റെ തന്നെ ഒരു ഷീറ്റ്, ചെറിയൊരു ഷീറ്റ്, നടുക്കൊരു ഹോളും ഉണ്ട്. ഈ ഹോളിന്റെ ഡയമെൻഷൻ എനിക്കറിയാം അല്ലെ?
ഇതെല്ലാം എനിക്കറിയാം. നോൺ വാല്യൂസ് ആണ് ഈ ക്രാക്കിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ഹോളിനെ പറ്റിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും എനിക്കറിയാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് റേഡിയേഷൻ സോഴ്സിൽ നിന്നും റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ റേഡിയേഷൻ എന്ത് ചെയ്യും? സോഴ്സിൽ നിന്നും റേഡിയേഷൻ വരും, മെറ്റീരിയലിന്റെ എല്ലാ ഭാഗത്തോടെയും കടന്നു പോയിട്ട് താഴത്തെ ഫിലിമിലേക്ക് എത്തും. അങ്ങനെ വരുന്ന റേഡിയേഷൻ മെറ്റീരിയലിലൂടെ പോകുന്നതിന്റെ ഒപ്പം ഈ മെറ്റീരിയലിന്റെ മേലയിൽ വെച്ച ഈ ഷീറ്റിലൂടെയും പോവില്ലേ? പോവില്ലടാ? ഈ ഹോളിലൂടെയും പോവില്ലേ? പോവില്ലേ? അപ്പോ ഈ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ നമുക്ക് വേണ്ട അത്രയും റിക്വയർഡ് ഇന്റൻസിറ്റി തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഫിലിമിൽ എന്ത് ഇമേജ് ഉണ്ടാവണം? ഫിലിമിൽ എന്തിന്റെ ഇമേജ് ഉണ്ടാവും? ഫിലിമിനകത്ത് ഞാൻ ഇവിടെ വെച്ച ഈ ഷീറ്റിന് കറസ്പോണ്ടിങ്, ഷീറ്റിനകത്തുള്ള ഈ ഹോളിന് കറസ്പോണ്ടിങ് ഒരു ഇമേജ് നമ്മുടെ ഈ ഫിലിമിനകത്ത് ഇവിടെ ഉണ്ടാവണ്ടേ? അപ്പൊ എനിക്കറിയാം ഈ ഹോളിന്റെ ഡയമെൻഷൻസ് ഒക്കെ എനിക്കറിയാം. അപ്പോ ഈ ഒരു ഹോളിന്റെ പർട്ടിക്കുലർ ഡയമെൻഷനിലുള്ള ഇമേജ് ഈ താഴത്തെ ഫിലിമിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇതിന്റെ അകത്തുനിന്ന് വരുന്ന റേഡിയേഷൻ നമ്മുടെ ടെസ്റ്റിങ്ങിന് ഓക്കെ ആണ് എന്ന് പറയാലോ. പറഞ്ഞൂടെ? ഇനി ഞാൻ ഇതേ പരിപാടിയിൽ തന്നെ ഇതേപോലെ ഷീറ്റൊക്കെ വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഫിലിം എടുത്ത് നോക്കിയപ്പോ ഫിലിമിൽ എന്തില്ല? നമ്മുടെ ഈ വെച്ച ഷീറ്റിന്റെ കറസ്പോണ്ടിങ് ഈ സർക്കിൾ ഇല്ല. ഈ നോൺ ഡയമെൻഷനുള്ള സർക്കിൾ ഇവിടെ എവിടെയും, ഹോൾ എവിടെയും കാണുന്നില്ല ഇമേജിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ ഈ ഒരു മെറ്റീരിയലിനെ ടെസ്റ്റ് ചെയ്യാനും മാത്രം ഇന്റൻസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേടാ? അല്ലേ? ആക്ച്വലി ഇതൊരു റെഫറൻസ് ബ്ലോക്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് അറിയുന്ന നോൺ പാരാമീറ്റേഴ്സ് ഉള്ള ഒരു എലമെന്റിനെ നമ്മുടെ റേഡിയേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, അല്ലെ? അപ്പൊ ഈ ഒരു നമ്മൾ ഈ ഒരു റെഫറൻസിന് വേണ്ടി എടുക്കുന്ന ഈ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞ എലമെന്റ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ IQI എന്ന് പറയുന്നത്, ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഫിഗറിനകത്ത് നോക്കിയാൽ ഇവിടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മെറ്റൽ എലമെന്റ് എടുത്തിട്ടുണ്ട്, ഒരു സംതിങ് ഇവിടെ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് നിങ്ങളുടെ ടെസ്റ്റ് പീസ്. ഓക്കെ, ആ ടെസ്റ്റ് പീസിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ അടിയിൽ ഫിലിം വെച്ചിട്ടുണ്ട്. ഫിലിം എന്തിനാ? ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിം വെച്ചിട്ടുണ്ട്. ദെൻ ഈ ടെസ്റ്റ് പീസിന്റെ മേലെ ഇതാ ഇത്രയും ചെറിയ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ലെയർ കാണാം. ദാറ്റ് ഈസ് പെനിട്രാമീറ്റർ അല്ലെങ്കിൽ IQI എന്ന് പറയുന്ന എലമെന്റ്. ഇനി ഇതേ എലമെന്റിന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടോപ്പ് വ്യൂവിൽ എന്താ കാണാം? ഈ ബ്ലോക്കിന്റെ മേലത്തെ ഫേസും കാണും. ഈ മേലയിൽ വെച്ച ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഇവിടെ ഒരു സ്ട്രിപ്പാ വെച്ചിട്ടുള്ളത്, ഒരു ചെറിയ പ്ലേറ്റ്. ആ പ്ലേറ്റിൽ എന്തുണ്ട്? 3 ഹോൾസ് കാണാലോ. ഒരു ഹോൾ ഇവിടെ ഉണ്ട്, ഒരു ചെറിയ ഹോൾ ഉണ്ട്, പിന്നെ അനദർ സ്മോൾ ഡയമീറ്റർ ഹോൾ ഉണ്ട്. 3 ഹോൾസ് ഉണ്ട്. ഇനി ഞാൻ മേലെ നിന്ന് റേഡിയേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ഉണ്ടാകുന്ന ഫിലിമിൽ നിർബന്ധമായിട്ടും എന്തുണ്ടാവണം? ഈ 3 ഹോളിന്റെ ഇമേജ് ഉണ്ടാവണ്ടേ? അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ടില് ഇങ്ങനെയുള്ളത്. അതായത് ഈ ഒന്നാമത്തെ ഹോളും ഉണ്ട്, ഈ രണ്ടാമത്തെ ഹോളും ഉണ്ട്. ഈ നടുക്കുള്ള ഏറ്റവും സ്മോൾ ഡയമീറ്റർ ഹോള് കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ സ്മോൾ ഡയമീറ്റർ ഹോളിന്റെ ഡയമെൻഷൻ 1 mm ആണെന്ന് വെറുതെ അസ്യൂം ചെയ്യാം. ഈ സെക്കൻഡ് ഹോളിന്റെ ഡയമീറ്റർ 2 mm ആണെന്നും അസ്യൂം ചെയ്യാം. ഈ വലിയ ഹോളിൻ്റെത് 3 mm ആണെന്നും നമ്മൾ എടുക്കുന്നു. ഞാൻ ഫിലിം പ്രോസസ്സിങ്ങിനൊക്കെ ശേഷം നോക്കിയപ്പോൾ 3 mm ഹോളും ഇമേജ് വന്നിട്ടുണ്ട്, 2 mm ഹോളും വന്നിട്ടുണ്ട്, 1 mm വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൻസിറ്റിവിറ്റി റേഞ്ച് നമുക്ക് എത്രയാണെന്ന് പറയാം? കൂടുതൽ 2 mm വരെ ഉള്ളത് കാണും, അതിന് താഴോട്ടേക്ക് വരുന്നത് കാണും. അപ്പൊ സെൻസിറ്റിവിറ്റി 2 mm ആണെന്ന് പറഞ്ഞൂടെ? സെൻസിറ്റിവിറ്റിയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇമേജിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള എലമെന്റുകളെയാണ് ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ എലമെന്റ് ആണ്. നമ്മളെ ടെസ്റ്റിങ്ങിന് സോഴ്സും ടെസ്റ്റ് പീസും ഫിലിമും ആയിരുന്നു നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചത്. അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷന്റെ വഴിക്ക് ഒരു പുതിയ ഒരാളെയും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്, ദാറ്റ് ഈസ്
ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഓർ പെനിട്രാമീറ്റർ അല്ലെങ്കിൽ IQI. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് നോൺ പാരാമീറ്റേഴ്സ്, അതായത് ഇതിനകത്ത് ഹോൾസും അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഷേപ്പുകളൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രേവ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അതിനെപ്പറ്റി കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. അപ്പോൾ അയാളെ നമ്മൾ വെറുതെ ഇവിടെ വെച്ചു കൊടുക്കുന്നു. അപ്പൊ ഇയാളുടെ ഇമേജും ഇയാളുടെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഫിലിമിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരണം. വരുന്നില്ലെങ്കിൽ നമ്മളുടെ സോഴ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻ എന്തല്ല, പ്രോപ്പർ അല്ല എന്നുള്ള റിസൾട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ പ്രധാനപ്പെട്ട IQIs ഏതൊക്കെയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന IQI ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്, ടൈപ്സ് ഓഫ് IQI. IQI comes in variety of material type and design which has radiation absorption camera. Commonly used IQIs are step type IQI, step type IQI. Second one, wire type IQI. Third one, plate type or strip type IQI. University question ആണ്. ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താന്ന് പറഞ്ഞു. ഇനി ഇമേജ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന IQIസിന്റെ ഡിഫറെന്റ് ടൈപ്സ്, സ്റ്റെപ്പ് ടൈപ്പ്, വയർ ടൈപ്പ്, പ്ലേക്ക് ഓർ സ്ട്രിപ്പ് ടൈപ്പ്. അപ്പൊ സ്റ്റെപ്പ് ടൈപ്പ് ആ പേരിൽ തന്നെ ഉണ്ട്. ഇതാണ് സ്റ്റെപ്പ് ടൈപ്പ് IQI. എന്തുകൊണ്ടാണ് ഇതിന് സ്റ്റെപ്പ് ടൈപ്പ് എന്ന് പേര് വന്നിട്ടുണ്ടാവുക? ഇതിന്റെ ഒരു ഷേപ്പ് നോക്കിയേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ അതിന്റെ തിക്നെസ് കൂടി വരികയാണ് അല്ലേ. ഇവിടെ ചെറിയ മെറ്റീരിയൽ തിക്നെസ് ആയിരുന്നു, ബട്ട് ഇവിടെ എത്തുമ്പോഴേക്കും തിക്നെസ് കൂടി. അപ്പോൾ ഒരു സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിന്റെ തിക്നെസ് കൂടാണ്. അപ്പൊ ഈ കൂടുന്നത് ഒരു അർത്ഥമാറ്റിക് ഓർ ജോമെട്രിക് ഫാഷനിലായിരിക്കും. അതായത് ഈ ഏറ്റവും ലോവർ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഇവിടുത്തെ മെറ്റീരിയൽ തിക്നെസ് 1 mm ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും അത് 2 mm ആയിട്ടുണ്ടാവും. മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും അത് 3 ആവും. നാലാമത്തെ 4, 5, 6, 7, 8, 9, 10. ഇവിടെ എത്തുമ്പോഴേക്കും തിക്നെസ് 11 mm. ഇതേപോലൊരു പ്രോഗ്രഷനിലായിരിക്കും ഇതിന്റെ തിക്നെസ് കൂടുക. റാൻഡം ഓർഡറിലല്ല, ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ മെറ്റീരിയൽ തിക്നെസ് കൂടുക. അത് മാത്രമല്ല, ഇതിനിടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിനകത്ത് എന്തുണ്ട്, ചെറിയൊരു ഹോള് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹോളിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. യൂണിഫോം ഹോൾസ് ആണ്, ഇതിന്റെയൊക്കെ ഡയമെൻഷൻസ് ഒക്കെ എനിക്കറിയാം. ഒരു ഓൾട്ടർനേറ്റ് സ്റ്റെപ്സിൽ ഇതേപോലെ ഹോൾസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മെറ്റീരിയൽ ടെസ്റ്റിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടെസ്റ്റ് പീസിന്റെ മേലയിലായിട്ട് ഇയാളെ കൊണ്ടുപോയി വെക്കും. ടെസ്റ്റ് പീസിന്റെ മേലയിൽ ഇയാളെ വെക്കും. ഇതാണ് എന്റെ ടെസ്റ്റ് പീസ് എങ്കിൽ ഈ ടെസ്റ്റ് പീസിന്റെ മേലയിൽ നമ്മുടെ ഈ സ്റ്റെപ്പ് ടൈപ്പ് IQI വെക്കും. മേലെ നിന്ന് റേഡിയേഷൻ വരും. ഇപ്പൊ റേഡിയേഷൻ ഇതിലെ എല്ലാ സ്റ്റെപ്പിലൂടെയും കയറി ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മുടെ ടെസ്റ്റ് പീസിലൂടെയും കൂടി കയറി ഇറങ്ങിയിട്ടാണ് അടിയിൽ വെച്ച ഫിലിമിലേക്ക് പോവുക. അപ്പൊ ഫിലിമിനകത്ത് നമുക്ക് എന്ത് കിട്ടണം? ഈ ഓരോ സ്റ്റെപ്പിന്റെയും തിക്നെസ് വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള ഇമേജ് അല്ലെ. ഫിലിം നോക്കുമ്പോൾ ഞാനൊരു വെറുതെ ഒരു ഫിലിം ഇങ്ങനെ വരച്ചിട്ടാൽ ഈ സ്റ്റെപ്പ് ടൈപ്പ് IQI ഉപയോഗിക്കുന്നെങ്കിൽ ഫിലിമിനകത്ത് എങ്ങനെ ഇമേജ് ഉണ്ടാവുന്ന വെച്ചാൽ ഓരോ സ്റ്റെപ്പിനനുസരിച്ചും നമുക്കൊരു കോൺട്രാസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 11 mm തിക്നെസ് ഉള്ളിടയ്ക്ക് നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുക. 10 mm വരുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായി, അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായി, അടുത്ത് അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് സ്റ്റെപ്പ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് 1 mm സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും ഡാർക്ക് ഇമേജ്, ആ സ്റ്റെപ്പിന്റെ വിഡ്ത്തിനനുസരിച്ചുള്ള ഡാർക്ക് ഇമേജ് കിട്ടും. അതായത് ഒരു ബാൻഡ് പോലെ നമുക്ക് ഈ സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ഇമേജ് ഡെവലപ്പ് ചെയ്ത് വരും. മാത്രമല്ല ഈ സ്റ്റെപ്പിൽ എവിടേക്കാണോ ഹോൾ ഉള്ളത് ആ ഹോൾ ഉള്ള സ്ഥലങ്ങളിൽ അതിന് കറസ്പോണ്ടിങ് ഇമേജ്, ഹോളിന്റെ ഇമേജും ഇതേപോലെ ജനറേറ്റ് ചെയ്ത് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം, ഇതിന്റെ തിക്നെസ് അറിയാം, ഇതിന്റെ വിഡ്ത്ത് അറിയാം, ഇതിന്റെ ഹോളിന്റെ ഡയമീറ്റർ അറിയാം, എല്ലാം അറിയാം. അപ്പൊ ഈ അറിയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഫിലിമിനകത്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗിന്റെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. മനസ്സിലായിനോ? So that is step type, thickness of steps increase in geometric or arithmetic progression. Second one, wire type. എന്താണ് വയർ ടൈപ്പ് IQIs? വയർ ടൈപ്പ് IQIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ നോക്കുക. ഇതാണ് ആക്ച്വലി വയർ ടൈപ്പ് IQI. ഇതിനകത്ത് നിങ്ങൾ ഇനി ഞാൻ പറയുന്ന സ്ഥലം നോക്കുക. ഇവിടെ ഇതാണ് ഇതിന്റെ ഏറ്റവും സെൻസിറ്റീവ് ഏരിയ. ഇവിടെ കുറെ ലൈൻസ് കാണുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ? ഞാൻ വായിക്കാം. ലൈൻസ് കാണുന്നില്ലേ? ഇത്രയും ഏരിയയിൽ കുറെ ലൈൻസ് കാണുന്നില്ലേ?
ഇത് ഓരോന്നും ഓരോ വയറാണ്. ഇനി ഈ ലൈനിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ആ ലൈനിന്റെ തിക്നെസ് ഒന്ന് നോക്കിയേ, എല്ലാം സെയിം ആണോ അല്ലെ കൂടി വരുന്നുണ്ടോ? ഈ ഒന്നാമത്തെ വയറിനും ഈ ലാസ്റ്റത്തെ വയറിനും രണ്ടിന്റെ തിക്നെസ് സെയിം ആണോ? അല്ല, കൂടി വരും. അപ്പൊ ഇത് ഇതേപോലെ പാരലലി ഈക്വൽ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത വയറുകളെ ആണ് വയർ ടൈപ്പ് IQAs എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒന്നാമത്തെ വയറിൽ നിന്നും രണ്ടാമത്തേലേക്ക് വരുമ്പോൾ തിക്നെസ് കൂടിയിട്ടുണ്ട്. അങ്ങനെ തിക്നെസ് കൂടി വരുന്നുണ്ട്. ആ തിക്നെസ് കൂടുന്നതും ഒരു അർത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ടായിരിക്കും. ഇത് 1 mm ആണെങ്കിൽ രണ്ടാമത്തെ ഡയമീറ്റർ 2 mm ആയിരിക്കും, മൂന്നാമത്തെ വയറിന്റെ 3 mm, നാലാമത്തെ 4, 5, 6. ഈ ഒരു ഓർഡറിൽ, ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തിക്നെസ് കൂടി വരികയും അതേപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യുകയും ചെയ്ത വയേഴ്സ് ആണിത്. ദെൻ ഈ ഒരു സ്ട്രക്ചറിനെ ഞാൻ എന്റെ ടെസ്റ്റ് പീസിന്റെ മേലിൽ നേരത്തെ ഈ എലമെന്റ് വെച്ച പോലെ ടെസ്റ്റ് പീസിന്റെ മേലിൽ ഇയാളെ കൊണ്ടേ വെക്കും. ഇയാളെ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇമേജിനകത്ത് ഇപ്പൊ ഇവിടെ എത്ര വയറുണ്ട്? 1, 2, 3, 4, 5, 6. ഈ 6 വയറിന്റെയും തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എനിക്ക് നമ്മുടെ ഫിലിമിനകത്ത് കിട്ടണം. അപ്പൊ ചിലപ്പോ ഈ ആദ്യത്തെ 3 എണ്ണം കിട്ടുമായിരിക്കും, അടുത്ത 3 എണ്ണം കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റിയെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. അതായത് ഇതിന്റെ തിക്നെസ് 4 mm ആണെങ്കിൽ 4 mm താഴെയുള്ള ഒരു ഇമേജും ഇയാൾ തരുന്നില്ല. അതായത് 4 mm ആണ് ഇയാളുടെ സെൻസിറ്റിവിറ്റി. 3 mm, 2 mm, 1 mm ഉള്ള വയറിന്റെ ഒന്നും ഇമേജ് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 4 mm ആണ് അതിന്റെ സെൻസിറ്റിവിറ്റി റേഞ്ച്. സോ ദീസ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ് എന്തുണ്ട് നമ്മുടെ വയർ ടൈപ്പ് IQA. ഇനി ഒരു സ്ട്രിപ്പ് ടൈപ്പ് ഉണ്ട്, ആണ് ഇനി പറയേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അറ്റൻഡൻസ് ഒന്ന് പെട്ടെന്ന് പറയോ. നമ്പർ 1, Sir. 2, Present, sir. 3,